ആദ്യത്തെ 3 വർഷം എവിടെയായിരുന്നു? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ താമസിച്ചേ? പണിക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ വന്ന് വീട്ടിലേക്ക് നമ്മളെന്ത് ജീവിക്കും. പണിക്ക് പോകുന്ന സമയമാകുമ്പോൾ ഞാൻ പണിക്ക് പോകും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോഴും എങ്ങനെ? അപ്പൊ നിങ്ങൾ പണിക്ക് പോകുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഇനി പോകാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പൊ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലയബിലിറ്റി ആദ്യം തീർത്ത് കഴിയുമ്പോ അവര് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് തീർക്കണമെങ്കിൽ ഇപ്പൊ എന്റെ പേരിൽ സ്വന്തം പേരിൽ 5 സെന്റ് സ്ഥലം അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക. ആ അറ്റാച്ച്മെന്റ് പിന്നെ അത് 5 സെന്റിന് മാത്രം മതി. ആ സ്ഥലം വിറ്റിട്ട് ഇവരുടെ കൊടുക്കാനുള്ള പൈസ എത്ര കൊടുക്കില്ലല്ലോ. ഈ കോടതി മുഖാന്തരം അവർക്ക് ചെലവിന് കൊടുക്കാത്തതുകൊണ്ടാണ് അത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ ആ പൈസ അടക്കിയ എന്റെ കൊടുക്കാൻ വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് മാസം തോറും പണിക്ക് പോകാനും കഴിയില്ല. പണിക്ക് പഠനം അടുത്ത് പോകാനും കഴിയില്ല. എന്തോ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ മനസ്സ് വന്ന് ചെയ്യുന്ന ഏതൊരു ജോലിയോ ആവട്ടെ, ആ ജോലി ചെയ്ത് നിങ്ങൾ ഇവർക്ക് കൊടുക്കാനുള്ള കോടതിയിൽ 35,000 രൂപ കൊടുത്തിട്ടുണ്ട്. ബാക്കി മാസം അവർക്ക് ചെലവിനുള്ളത് കൊടുക്കും. എന്നിട്ട് അവരുടെ ആ ലയബിലിറ്റി ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ സ്വാഭാവികമായിട്ട് അവരൊന്ന് നിങ്ങളുടെ കൂടെ താമസിക്കുമല്ലോ. അത് കൊടുക്കട്ടെ, അത് ചെയ്തിട്ട് വന്ന് താമസിച്ചാൽ മതി. അവരുടെ പൈസ മൊത്തം പെട്ടെന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഈ 5 സെന്റ് സ്ഥലം വിൽക്കാതെ രക്ഷയില്ല. അത് വിൽക്കാൻ പറ്റത്തില്ല. വേറെ വസ്തുക്കളുണ്ടല്ലോ. വേറെ വസ്തുക്കളൊന്നും ഇല്ല. സ്വന്തം പേരിലില്ല. സ്വന്തം പേരിൽ ഈ 5 സെന്റ് സ്ഥലം അത് രണ്ടുപേരുടെ കൂടെ പേരില്ല. അനിയൻ താമസിക്കുന്നത് നിങ്ങളുടെ പിന്നെ അനിയന്റെ കൂടെ പേരിലുള്ളതല്ലേ? അതുണ്ട്. അത് 2 സെന്റ് സ്ഥലമുണ്ട്. 2 സെന്റ് സ്ഥലം. ആ 2 സെന്റ് സ്ഥലം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് 2 സെന്റ് സ്ഥലമുണ്ട്. അതാ കുടുംബത്തിന്റെ നമ്മുടെ വീട്ടിന്റെ വീതം. ആ വീതം എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ലേ? എങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ? അത് വിൽക്കുകയോ അല്ലെങ്കിൽ അതിന് തക്ക തുക അതും അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കണോന്ന് എനിക്കറിയില്ല. അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണോ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അതേപ്പറ്റി. അത് ഞാൻ അന്വേഷിക്കണം. അല്ല, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാരാ വേറെ? എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കോടതി മുഖാന്തരമുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നൊന്നും എനിക്കറിയില്ല. എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഈ 2 സെന്റ് വസ്തുവിന്റെ പേരിൽ ഒരു സംഗതി വന്നാൽ നിങ്ങളുടെ അനിയനെങ്കിലും പറയത്തില്ലേ നിങ്ങളോട്? വക്കീൽ എന്നോട് പറഞ്ഞാൽ എന്റെ പേരിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പിന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ വക്കീലിന് അറിയാം നിങ്ങളുടെ പേരിൽ ഏതൊക്കെ വസ്തുക്കളുണ്ടെന്ന്? ആ വക്കീലിന് അറിയാം. നിങ്ങൾ പറയാതെ വക്കീൽ എങ്ങനെ അറിയും? വക്കീൽ പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വക്കീൽ എനിക്ക് എന്റെ വീടുണ്ട് 2 സെന്റ്. അച്ഛൻ ഞങ്ങൾ 4 മക്കളുണ്ട്. 8 സ്ഥലമുണ്ട്. 2 സെന്റ് സ്ഥലം. വസ്തുവിന്റെ വിവരണം വക്കീലിന്റെ അടുത്ത് കൊടുത്തെങ്കിലേ വക്കീൽ അറിയത്തുള്ളൂ. വിവരണമല്ല, വക്കീൽ ചോദിച്ചിങ്ങനെ പേര് സ്വത്തുണ്ടോ ഞാൻ പറഞ്ഞു. കേസ് തുടങ്ങുന്ന അറിയാം നിങ്ങളുടെ പേരിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടെന്ന്. എന്റെ സ്വന്തം പേരിൽ ആ വസ്തു ഈ അടുത്തിടെ ആയത്. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചതിന് ശേഷം വീടൊന്നും വെച്ചില്ലായിരുന്നു. ഇപ്പൊ അടുത്തിടെ എന്റെ സ്വന്തം പേരിലായത്. നിങ്ങൾക്ക് വസ്തു ഉണ്ടെന്നുള്ള രേഖ കാണിച്ചാൽ മാത്രമേ കോടതിക്ക് അത് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആ രേഖ കാണിച്ചിട്ടുണ്ടല്ലോ. ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ എഴുതി തന്ന വസ്തു ഈട് വെച്ച് നമുക്ക് പൈസ എടുത്ത് ഈ വസ്തുവിന്റെ അറ്റാച്ച്മെന്റ് 25,000 രൂപ ലോൺ എടുത്തത് ഇപ്പൊ 1 ലക്ഷത്തോളം ആയിട്ടുണ്ട്. ആ കടം തീർക്കാൻ പറ്റുമോ? അത് ആ പൈസ കിട്ടുമെങ്കിൽ തീർക്കാം. അത് എത്രമാത്രം കിട്ടും? അവിടെ വസ്തുവിന് എന്തോ വിലയുണ്ട്? അവിടുത്തെ വസ്തുവിന്റെ ഇപ്പോഴത്തെ എനിക്കറിയില്ല. ഒരു സെന്റിന് 1 ലക്ഷം രൂപ വരുമോ? ഇല്ല ഇല്ല. 50,000 ഇല്ല, അത്രയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. 50,000 ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. കിട്ടുമല്ലോ. കടം തീർക്കാനുള്ള പൈസ കിട്ടുമല്ലോ. കിട്ടുമെങ്കിൽ എടുത്തിട്ട് കടം തീർക്കും. അപ്പൊ അതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യാം. രണ്ട് പ്ലോട്ട് ഉണ്ട്. ഈ അപ്പച്ചി എന്ന് എഴുതി കൊടുത്തത് ഈ വെള്ളക്കെട്ടെന്ന് പറയുന്ന 5 സെന്റ് ഉണ്ടല്ലോ. 3 ഐറ്റം വസ്തു ഉണ്ട്. അപ്പൊ ഈ വസ്തുവിൽ സ്ഥാപിച്ച് എന്തെങ്കിലും ലോൺ എടുക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ട് ഈ 5 സെന്റിന്റെ നമ്മൾ 25,000 രൂപ കടം എടുത്തിട്ടുണ്ടല്ലോ. അതിപ്പോ 1 ലക്ഷത്തോളം. ആ കടം തീർക്കാൻ പറ്റുമോ? തീർക്കണമല്ലോ. കടം തീർത്തിട്ട് പേരിലുള്ളത് മോന്റെ ശങ്കുമാറേ അതിന് തയ്യാറാണോ? തയ്യാറാണ്. എന്നാൽ ആ കടം തീർത്തിട്ട് ഇവർക്ക് 2 പേർക്കും ഒന്നിച്ച് താമസിച്ചൂടായോ? ചെലവിന് കൊടുക്കാനുള്ള ഡ്യൂസ് അവിടെ നിക്കട്ടെ. ഇയാളുടെ കൂടെ താമസിക്കുന്ന കാര്യം വരട്ടെ. ആദ്യം ഒരു വാടക വീടെടുത്ത് നിങ്ങൾ താമസിക്കരുത്. എന്നിട്ട് ആ ബന്ധമൊക്കെ ഒന്ന് ആയ ശേഷം ശാന്തകുമാറെ ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ തമ്മില് ഒരു സ്വരച്ചേർച്ച ആയ ശേഷം ഭാര്യയും കുഞ്ഞുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച ശേഷം നിങ്ങൾ വിളിച്ചാല് ഈ കുട്ടി നിങ്ങൾ വിളിക്കുന്നിടത്ത് വരും കേട്ടോ. എന്റെ ഭാര്യയ്ക്കും വീടുണ്ട്, എനിക്കും വീടുണ്ട്. എന്നിട്ട് പിന്നെ 3ാമത് വാടകയ്ക്ക് വീട് എടുക്കണം. അല്ല, അതിപ്പോ നിങ്ങളുടെ വീടെന്ന് പറയാറായില്ലല്ലോ ശാന്തകുമാർ. ഒരു പാവപ്പെട്ട സ്ത്രീ അവരവിടെ താമസിക്കുക. അത് മാത്രല്ല അവരുടെ കാലശേഷം അല്ല, ഞാൻ വാടകയ്ക്ക് വീടെടുത്ത് കഴിയുമ്പോ ഇവരെ ആരാ സംരക്ഷിക്കുക? ഇത്രയും കാലം ആരെ ഇത്രയും കാലം സംരക്ഷിച്ചവർക്ക് കഴിയില്ല. സംരക്ഷിക്കാതെ ഇനിയാണോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ നാട്ടിലാത്തുള്ള അടയ്ക്ക് അവരെ നോക്കാവല്ലോ. അങ്ങനെ ഇടയ്ക്കോടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിക്കണം, കണ്ണ് കാണൂല. എന്നാ പിന്നെ ജോലിക്കും പോകാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞു. വീട്ടിലാളാണ് ഭാര്യ ജോലിക്ക് പോകുന്ന ആളാ. അവര് നോക്കിക്കോട്ടെ. അപ്പൊ പിന്നെ അവരെ നോക്കാനായിട്ട് പ്രത്യേക സംവിധാനം സംരക്ഷിക്കാനായിട്ട് നിങ്ങളുടെ
അമ്മ നിങ്ങളുടെ അപ്പച്ചയെ സംരക്ഷിക്കാനായിട്ട് ഭാര്യ വീട്ടിൽ നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴോ ഇപ്പൊ അതിലത്തൊരു വീട്ടില് ഇവിടുന്ന് വന്ന് എന്റെ കൂടെ വന്ന മേഡം തന്നെ പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. എന്നെ അവിടെ ഒന്ന് വിളിക്കാൻ വന്ന മേഡമുണ്ട്, അവര് പറഞ്ഞിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് ഇതാണ് പറഞ്ഞത്, ഇവര് വരുമ്പോൾ. മെമ്പറെ നിങ്ങൾ എന്ത് പറയുന്നു? അവരെ സംരക്ഷിക്കുന്ന കാര്യം അവരെ സംരക്ഷിക്കുന്ന ഭാര്യയാണോ? ഭാര്യയല്ല, ഭാര്യ ഇതുവരെ സംരക്ഷിക്കാൻ വന്നിട്ടില്ല. എന്റെ ആവശ്യമൊന്നുമില്ല. ഇവര് ആദ്യം മുതലേ ആ ഒരു അവസ്ഥയിലാണ് ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ശ്യാമിന് അച്ഛനും അമ്മയില്ല, അപ്പച്ചിക്ക് മക്കളില്ല. അപ്പച്ചി ഇപ്പൊ മരിച്ചുപോയി. പിന്നെ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ ആങ്ങളുടെ മക്കൾക്കുള്ളത്. അതിൽ അവര് 4 ആമ്പിള്ളേരുള്ളത്. അടുത്ത് തന്നെ ബന്ധുക്കളാണ്. ഞാൻ പറയട്ടെ, ഈ 4 ആമക്കളുള്ള കൂട്ടത്തിൽ ഈ 5 സെന്റ് സ്ഥലം ഈ ശ്യാമിന് എഴുതി കൊടുത്ത സ്ഥിതിക്ക് മറ്റുള്ളവർക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും ഒരു എതിർപ്പ്. ശ്യാമ സംരക്ഷിക്കണമെന്നുള്ള ആ ഒരു സംരക്ഷിക്കണമെന്ന് വെച്ചാൽ പൈസ കൊടുത്താൽ മതിയല്ലോ, അടുത്ത ആളുകളുണ്ടല്ലോ. അടുത്ത ആ ഒരു സ്ഥിതിക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പെട്ടെന്ന് സുജ അങ്ങോട്ട് പോയി നിക്കാൻ പറഞ്ഞ സുജ മനസ്സായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. ശ്യാമിന്റെ വീട്ടിലെ അപ്പച്ചയെ നോക്കിയാ പോരെ? മതി. അപ്പോ ശ്യാമിന്റെ കുടുംബം നന്നാവാൻ വേണ്ടി ഇപ്പോഴും അവര് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചാൽ മതി. സുജ ഇടയ്ക്ക് പോയി നോക്കുകയൊക്കെ ചെയ്യും. ഈ വാടക വീട്ടിൽ അവര് വന്നോട്ടെ. തൽക്കാലം അവരുടെ ആയുസുള്ള കാലം ഈ വാടക വീട്ടിൽ നിങ്ങളുടെ കുടുംബം നന്നാവാൻ വേണ്ടി അവരൊരു ഭാഗത്തിരുന്നോട്ടെ. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നോക്കും. അവരും ജോലിക്ക് പോകുന്നു, നിങ്ങളും പണിക്ക് പോകുന്നു, നോക്കിക്കോട്ടെ. അയൽവക്കക്കാരും ഒക്കെ സഹായിക്കും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഒരു വാടക വീട് എടുത്തിട്ട് തൽക്കാലം നിങ്ങളുടെ കുടുംബവും ഇവരുടെ കുടുംബത്തിനും ഇത് രണ്ടുപേരുടെയും ഒരു ഇത് ദൃഷ്ടി കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു വാടക വീട് എടുത്തിട്ട് ഒരു പാവപ്പെട്ട ഒരു സാധു സ്ത്രീ അവരെഴുതി ഇദ്ദേഹത്തിന്റെ പേര് വെച്ചിരിക്കുന്ന 5 സെന്റ് എന്ന് പറയുന്നതും നിങ്ങളുടെ കുഞ്ഞിന് അവകാശപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അവരെ നോക്കിയിട്ട് നിങ്ങൾ ജോലിക്ക് പോകണ്ടെന്നതൊന്നും അല്ല പറയുന്നത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് എന്തെങ്കിലും ആഹാരം വെച്ച് കൊടുക്കുക. അവരൊരു ഭാഗത്തിരുന്നോട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്ത് ആവുന്നത് വരെ. അതുവരെ ഉള്ളൂ. സുജയുടെ കുടുംബത്തല്ല താമസിക്കുന്നത്, സുജ വേറെയാ താമസിക്കുന്നത്. ഒരുപാട് ഉണ്ടാക്കിയിട്ടാണ് അത് വെച്ചത്. എനിക്കത് കളഞ്ഞിട്ട് ഇനിയും പോയിട്ട് ആ ബാധ്യത ആറി തീർക്കും. ഞാൻ ജോലി എടുത്ത് വേണം അത് തീർക്കാൻ. ഉണ്ട്. സുജയുടെ സ്വന്തമായിട്ടൊരു വീടുണ്ട്. ആ വീട്ടിൽ വന്ന് ഇദ്ദേഹവും താമസിച്ച അപ്പച്ചയും കൂടെ വന്ന് അവിടെ താമസിച്ച് ജീവിക്കണമെന്നുള്ളതാണ് നമുക്ക് അഭിപ്രായം. പക്ഷെ അത് നിങ്ങൾ ശ്യാംകുമാർ നല്ല രീതിയിൽ വരൂല, അവിടുന്ന് അങ്ങനെ വരൂല എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. എത്രയോ തവണ പറഞ്ഞു. അങ്ങനെ ഒരു സജഷൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ. അല്ല അങ്ങനെയല്ല, ഞാൻ എന്നോട് ഇങ്ങോട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു, മോനെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ നിന്റെ കൂടെ വരും. ഞാൻ പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം, ഇത് വിറ്റിട്ട് വേറെ സ്ഥലവും വരെ മേടിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടി നമുക്ക് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാന്ന് പറഞ്ഞു. ഞാൻ മരിക്കും വരെ ഇവിടെ നിൽക്കും, ഞാൻ എങ്ങും വരൂല അന്ന് പറഞ്ഞു. അതൊക്കെ അമ്മമാരല്ലേ അവരോട് പറഞ്ഞു. അവരുടെ ആ വീട്ടിൽ തന്നെ വന്ന് താമസിക്കട്ടെ. ആയിക്കോട്ടെ. എവിടെ പിന്നെ ഞാൻ പോകില്ല അവിടെ. വാടകയ്ക്ക് വീടെടുക്കാം, വാടകയ്ക്ക് വീടെടുത്ത് അങ്ങോട്ട് പോവാ. ഞാൻ അവിടെ പോകില്ല. വാടകയൊക്കെ നിങ്ങൾ കൊടുക്കുവോ? വാടക കൊടുക്കാതിരിക്കാൻ പറ്റും. ജോലിയും വരുമാനം ഇല്ലാത്ത നിങ്ങൾ വാടക എങ്ങനെ കൊടുക്കും? ജോലിക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അച്ഛൻ എന്നുള്ള ഒരു സ്നേഹം ഉള്ളിൽ കിടപ്പുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് പ്രകടിപ്പിക്കാൻ ഒരു ആഗ്രഹമുണ്ടോ? എനിക്ക് പ്രകടിപ്പിക്കാൻ ആഗ്രഹവും ഉണ്ട്. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതൊരു ചാൻസ് അല്ലേ? ഇപ്പൊ ഇവരുടെ വീട്ടിലേക്ക് പോയാല് നിങ്ങൾക്ക് അപ്പച്ചി തള്ളയും കൊണ്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി താമസിക്കും. അപ്പൊ നിങ്ങൾ ആർക്കാ പ്രയോറിറ്റി? നിങ്ങൾ ആർക്കാ? എനിക്ക് രണ്ട് കൂട്ടരുടെ ഇത് വേണം. അവരുടെ സ്വത്തും പോലും എഴുതി മേടിച്ചിട്ട് അവരെ എവിടെങ്കിലും കൊണ്ട് കളയാനൊന്നും എനിക്ക് പറ്റത്തില്ല. എവിടെയെങ്കിലും കൊണ്ട് കളയാനല്ല എനിക്ക് അതൊന്നും അല്ല, ഇങ്ങ് വരത്തില്ല, ഈ വീട്ടിലേക്ക് വരത്തില്ല. അത് നമ്മളൊരു കോംപ്രമൈസ് എന്നുള്ള നിലയില് കുറച്ച് നാളൊന്ന് ജീവിച്ചു നോക്കാൻ പറ്റുമോ? അല്ല, ബാധ്യതകൾ തീർക്കാൻ അത് പറഞ്ഞു. ഈ ഒരു ഐറ്റം 1-2 ഐറ്റം വസ്തു വിറ്റ് നിക്ക് ഈ അറ്റാച്ച്മെന്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുക. ഈ ബാങ്കിന്റെ ലോൺ ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു വാടക വീടെടുത്ത് കുറച്ച് നാൾ ഒന്നിച്ച് താമസിക്കും. ബന്ധമില്ല, നോർമലായി വരുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ വീട്ടിലോ അയാളുടെ വീട്ടിലോ അപ്പച്ചിയുടെ വീടുണ്ടല്ലോ, നമുക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാം. സ്വല്പകാലം ഒന്ന് വാടക വീടെടുത്തിട്ട് രണ്ടുപേരുടെയും കൂടെ ലൈഫ് ഒന്ന് നോർമലാക്കാം. എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഈ കല്യാണത്തിന് മുമ്പ് കാണുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ലൈനിലാണ് രണ്ടുപേരും ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇപ്പോഴില്ല. ആ ബന്ധം ഇനി നമ്മൾ ഉണ്ടാക്കി വരണം. ഒരു കുഞ്ഞുണ്ട്, അവനെ അച്ഛനും അമ്മയും ഇല്ലാത്തൊക്കെ വളർത്തരുത് കേട്ടോ. ശരിയാണ്. മേഡം പറഞ്ഞ ഈ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് ഒരു വീടെടുക്കുന്നു, നിങ്ങൾ പോയി അപ്പച്ചയെ അപ്പുറത്ത് നോക്കാം. വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. അപ്പുറത്ത് അപ്പച്ചയെ നോക്കി അപ്പച്ചയുടെ കാര്യങ്ങൾ നിങ്ങൾ നടത്തുക. പിന്നെ നിങ്ങളുടെ കുടുംബവും നോക്കുക. കിട്ടുന്നത് ജോലിയിൽ നിന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഈ
ആദ്യം ഈ കടം ബാധ്യത തീർക്കാനുള്ള സംഗതികൾ നോക്കുന്നു. അതാണല്ലോ. അപ്പൊ ഇതിപ്പോ ശ്യാം സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്തിട്ട് ആ ഒരു ലയബിലിറ്റി തീർത്താല് നിങ്ങളുടെ രണ്ടുപേരും കൂടുതൽ 20 സെന്റ് വസ്തു അത് റിലീവായി കിട്ടും. ശരി, നിങ്ങൾ ഭാര്യയും ഭർത്താവും കുഞ്ഞുമായിട്ട് അച്ഛനും അമ്മയായിട്ട് ഒന്ന് ജീവിക്കണം. അതിനുള്ള അവസരം കിട്ടണ്ടേ? അവസരം കിട്ടണ്ടേ? അതിനുള്ള അവസരത്തിൽ സംവിധാനം ചെയ്യാൻ പോകുന്നു. ചെയ്യാനുള്ളതെല്ലാം ശ്യാംകുമാറാ ചെയ്യേണ്ടത്. അല്ല, ഇപ്പൊ അദ്ദേഹത്തിന് അവിടെ പോയി താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, നല്ല രീതിയിൽ നല്ല സൗഹൃദത്തിൽ ആ കുഞ്ഞിന്റെ അച്ഛനായിട്ട് ആ വീട്ടിൽ പോയി വരട്ടെ. നിങ്ങളവിടെ താമസിക്കണ്ട. ഈ ലയബിലിറ്റി ബാധ്യതകൾ തീർന്നതിന് ശേഷം അവർക്ക് ആലോചിക്കാം അതേപറ്റി. അല്ല, അങ്ങനെ ആലോചിച്ചാ പോരാ. അല്ല, പോകുന്ന കാര്യത്തെ പറ്റി ആലോചിക്കാന്ന് പറഞ്ഞു. ഈ മെമ്പറുടെ മുമ്പിൽ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നിട്ടാണ് ഹരിപ്പാട് നിന്ന് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് കൈരളി ചാനലിൽ വന്നിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ അവസരം. 1-2 കുടുംബ കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും അദാലത്തും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം ഇവിടെ വന്നിരിക്കുന്നത്. SNDP ഒക്കെ കഴിഞ്ഞാ വന്നിരിക്കുന്നത്. അല്ലാതെ അവിടെ മെമ്പർ പറഞ്ഞ തീരുന്ന കാര്യമാണ്. കേസ് മെമ്പർമാർ അവിടെ തീർത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറയണ്ട, സംബന്ധിച്ച കാര്യം മാത്രം പറയാം. ഈ പറഞ്ഞ രീതിയിൽ ഞാൻ പറയും, ഇങ്ങനെ സ്ഥലം വിട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തീർത്തു കൊടുക്കുക എന്നുള്ള മനസ്ഥിതി തന്നെയാണ് ഞാൻ ഇവര് വരുന്നതിന് മുമ്പേ അത് തന്നെയാണ്. അല്ല, ഈ ബാധ്യത തീർത്തു കഴിഞ്ഞാല് കുട്ടിക്ക് ആ വീട്ടിൽ പോയി താമസിക്കാവോ? അപ്പൊ ഞാൻ ഈ കടം വാങ്ങിച്ച് എങ്ങും പോകുന്നില്ല, നശിച്ചു പോകും മാഡം. അത് ഇവരടുത്തുണ്ടല്ലോ. അവരടുത്തുണ്ടെന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന അച്ഛനും അമ്മയും അവർക്ക് എത്ര എല്ലാ സാധനങ്ങളും കഷ്ടപ്പെട്ടാണ് എന്റെ മോനെ വളർത്തുകയും അതിനോടുകൂടി എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായ ബാധ്യതകളാ. അപ്പച്ചി മാത്രമല്ലേ അവിടെ ഉള്ളൂ. അപ്പച്ചിയുടെ വീട്ടിൽ പോയി ഒരു ജീവിതത്തിന് എനിക്ക് ആഗ്രഹമില്ല. അവിടെ താമസിപ്പിക്കാൻ ഇന്ന് വരെയാണ് തയ്യാറായിട്ടില്ല. കല്യാണം കഴിഞ്ഞു അപ്പച്ചയുടെ വീട്ടിൽ പോയി താമസിക്കണം. അപ്പച്ചയുടെ വീട്ടിൽ പോയി താമസിക്കും. ഇതാണ് പല്ലവി. അയ്യോ, അല്ല, കുടുംബത്തിൽ എന്താ താമസിക്കാത്ത? അനിയനും ഭാര്യ വേണ്ട മാഡം. അനിയൻ വരെ വെച്ച് കഴിഞ്ഞു. അതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ അങ്ങോട്ട് ഒരിക്കലും എന്റെ അന്നത്തെ തീരുമാനം ഇന്നത്തെ തീരുമാനം ഒന്ന് തന്നെ, അങ്ങോട്ട് പോകില്ല എന്നുള്ളത്. ജീവിതം വരെ എത്തിച്ചു. അതിനുള്ള വേറെ കാര്യങ്ങളുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അതിൽ കൂടുതൽ അത് പറയുകയും വേണ്ട. അത് കൃത്യമായിട്ട് കേൾക്കുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നല്ല, നമ്മൾ ചില കാര്യങ്ങൾ ഒന്നും പറയാതെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമ്മളെ കുറിച്ച് ആൾക്കാർ മോശമായിട്ട് ഒന്നുമില്ല. പറയാത്ത ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിവുള്ളവരാ കേൾക്കുന്നവർ. നിങ്ങൾ പറയുന്നത് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പം ഈ ലയബിലിറ്റി തീർത്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങോട്ടല്ലെങ്കിലും രണ്ടുപേർക്കും കോമൺ ആയിട്ടൊരു വാടക വീട് അതിന്റെ മനസ്സെങ്കിലും കുറച്ചു നാളത്തേക്ക് ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായോ? അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അവിടെ വന്നുകൊണ്ട് അവര് ജോലിക്ക് പോട്ടെ, നിങ്ങളും ജോലിക്ക് പൊയ്ക്കോട്ടെ. അപ്പച്ചി അവിടെ വന്ന് അവര് പറഞ്ഞു അവർക്ക് ആവശ്യമുള്ള ആഹാര സാധനങ്ങൾ കൊടുക്കില്ല, സംരക്ഷിക്കുന്നതിന് വിഷമമൊന്നുമില്ല. അവരെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാലും താമസിപ്പിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രം അവിടെ താമസിപ്പിക്കുക. പകലുള്ള ആഹാര സാധനങ്ങളൊക്കെ അവർ വെച്ചു കൊടുക്കും. അങ്ങനെ വാടക വീട്ടിൽ താമസിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുമല്ലോ. മാഡം, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇദ്ദേഹം ആദ്യം തൊട്ടേ ഞങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ വൃദ്ധയായ അവരെ ഞാൻ സംരക്ഷിച്ചേനെ, ഞാൻ നോക്കിയേനെ. ഞങ്ങളെ എന്നെയോ എന്റെ മോനെയോ സംരക്ഷിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാതെ ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോകുന്നത്? എനിക്ക് അതിനൊരു മനസ്സുണ്ടാവണ്ടേ? മാഡം, എനിക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ. ഈ 11 വർഷമായിട്ട് നമ്മൾക്കെല്ലാം മൊബൈലുണ്ടല്ലോ. ഈ ഒരു ഭാര്യയും കുഞ്ഞിനെ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. കൊച്ചനെ മാഡം കണ്ടിട്ടില്ല. മോനോട് ചോദിച്ചു, അറിയാവുന്ന ചോദ്യം. ആയിക്കോട്ടെ സാർ, നമ്മൾ അതെല്ലാം അതുപോലെ നടക്കാത്ത ആളിനെ എങ്ങനെ വിശ്വസിക്കും? അല്ലല്ല, അതിപ്പോ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യായുസിൽ ഒരുപാട് കാലം ഇങ്ങനെ വേറെ രീതിയിൽ പെരുമാറിയിട്ട് അവസാനം അതൊക്കെ മാറി നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, അശ്രദ്ധമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അത് കഴിയുമ്പോൾ അല്ല, അപ്പൊ നമുക്ക് ഒരാളിനെ കൃത്യമായിട്ട് എന്തുകൊണ്ട് എന്നെ പോലായില്ല അവരെന്ന് ചിന്തിച്ചിട്ട് കാര്യമേ ഇല്ല. മനസ്സിലായില്ലേ? അല്ല, ഇന്നത്തെ ശ്യാംകുമാർ ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിച്ച് ജീവിക്കാൻ തയ്യാറാണ്. അതെ, ഇപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് വന്നിരിക്കുന്നത്. കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തൽക്കാലം വന്നും പോയി നിൽക്കട്ടെ സാർ. തൽക്കാലം അവിടെ വരട്ടെ, കൊണ്ടുവരുന്ന ക്ഷേമങ്ങൾ അന്വേഷിക്കട്ടെ, നിന്നോട്ടെ. കടം തീരട്ടെ. കടം തീർത്തിട്ട് അവർക്ക് സ്വത്ത് സമാനം വന്നു. നിങ്ങളുടെ കുഞ്ഞ് എവിടെ ഉണ്ടോ അവിടെ പോയി ആ കുഞ്ഞിനെ കാണാൻ നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടല്ലോ. പോകില്ലേ? അത്രേ ഉള്ളൂ. അവിടെ പോവാൻ നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുക, അതുമായിട്ട് സ്നേഹിക്കുക. നിങ്ങൾ പോകും. അവന്റെ അച്ഛന്റെ സ്നേഹം വേണം.
അതായത് നിങ്ങളുടെ ആ അത് കുഞ്ഞിനെ ഒന്നിച്ച് കാണാൻ ജീവിച്ചാൽ തീർച്ചയായും കിട്ടുമല്ലോ. അച്ഛന്റെ സ്നേഹം ഒന്നിച്ച് ജീവിച്ചാല് ഭാര്യ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മകനും എന്റെ കൂടെ ഉണ്ടാവും. ഒന്നിച്ച് ജീവിച്ച സ്നേഹം ഇപ്പൊ മുഴുക്കി പല്ലു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ ഒക്കെ തോന്നും. അതൊക്കെ ഉടനെ അങ്ങ് സംഭവിച്ചതാണ്. ഐഡിയ ഒന്നും അല്ല. അങ്ങനെ തന്നെ അത് ഐഡിയ തന്നെയാണ്. 12 വർഷം തിരിഞ്ഞു നോക്കാതെ വന്നിട്ട് ഇപ്പൊ ഒരു വാദമൊന്നും അല്ല ശ്യാംകുമാർ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞു വന്ന് ഒരുവിധം കരക്കടിക്കുമ്പോൾ പിന്നെ വീണ്ടും പഴയ കാര്യം ഈ ലയബിലിറ്റി തീർത്ത് നിങ്ങളുടെ കുഞ്ഞിനെ നോക്കാൻ നിങ്ങളുടെ കുഞ്ഞിനെ പോയി കാണാൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പോയി കാണാം. അപ്പോ ശ്യാംകുമാർ ഇപ്പൊ എന്തായാലും മാഡം പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് സൊസൈറ്റിയിൽ ഈ അപ്പച്ചി എഴുതി കൊടുത്ത ഈ വസ്തു ഈട് വെച്ചിട്ട് ലോൺ എടുത്ത് ഈ ലയബിലിറ്റി മറ്റേ വസ്തുവിന്റെ പേരിൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുള്ള വസ്തുവിന്റെ പേരിലുള്ള കടം തീർക്കും. അതാണ് ആദ്യം ചെയ്യുന്ന കാര്യം. അതിന് നമുക്കൊരു 3 months പീരിയഡ് വെക്കാം. ആ 3 months പീരിയഡില് ഇവര് ഈ കോടതിയിൽ നിന്ന് കിട്ടാനുള്ള പണത്തിന് വേണ്ടി കോടതിയെ മൂവ് ചെയ്യത്തില്ല. അതെ, ആ 3 മാസം നമ്മൾ അവിടെ പെൻഡിങ് വെക്കും. അച്ഛനോടും അമ്മയോടും പറയുകയാണ്, പഴയ കാര്യങ്ങൾ ചെകഞ്ഞെടുത്ത് ഇനി സംസാരിക്കരുത്. ഒരു നല്ല തീരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യം പറയാൻ കാണും. ഒരു കാരണവശാലും അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇതിങ്ങനെ ചെയ്തില്ലേ, നിനക്ക് ഉത്തരവാദിത്തമുണ്ടോ, ഇതെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ കാര്യം. ഇനി അങ്ങോട്ടുള്ള ഒരു നല്ല രീതിക്ക് വേണ്ടി നിങ്ങൾ ഇതിൽ ഇടപെടാതിരിക്കുക. കുറച്ച് നാൾ, ഒരു 3 മാസത്തേക്ക് വേണ്ടിയെങ്കിലും. അത് കഴിയുമ്പോൾ അവർ അവരുടെ ജീവിതത്തെ കുറിച്ച് അവരാലോചിച്ചു. അപ്പോൾ ആ കടം തീർത്ത ശേഷം ഒരു വാടക വീടെടുത്ത് ഇവർ ഒന്നിച്ച് താമസിക്കാം. അവിടെ അപ്പിയും കൊണ്ട് താമസിക്കാമല്ലോ വാടക വീട്ടില്. അതിനവർക്ക് ബുദ്ധിമുട്ടില്ലെന്ന് ആദ്യമേ പറഞ്ഞു. പക്ഷേ ജോലിക്ക് പോകണോ? അത് അവര് മരിക്കും വരെ മതി. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് മറ്റേ വീട് അത് നിങ്ങൾ മാനസികമായിട്ട് യോജിപ്പായാലും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങൾക്ക് എവിടെ താമസിക്കണം, എങ്ങനെ താമസിക്കണമെന്ന്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ. എല്ലാ അച്ഛനമ്മമാരും എന്ന് പറയുന്ന ഒരു പ്രായം വരെ പെമ്മക്കള് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആയുസ് മുഴുവനും ഒന്നിച്ച് താമസിച്ച് സംരക്ഷിക്കും എന്ന് വിശ്വസിച്ചാണ് ഒരു പുരുഷനെ പിടിച്ച് ഏൽപ്പിക്കുന്നത്. അവിടുന്ന് വരുന്ന വീഴ്ചകളെല്ലാം വലിയ വേദന ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഇനിയിപ്പോൾ ഈ മകൻ അറിവായി. അപ്പം അവന്റെ മനസ്സിൽ അച്ഛനെ കുറിച്ചൊരു പിക്ചറുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും നിഷേധിക്കാനൊക്കത്തില്ല. ശ്യാംകുമാർ തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ. ഇനി ഇങ്ങനൊരു തീരുമാനം ഇവിടെ ഉണ്ടായ സ്ഥിതിക്ക് ഇനി ഒരിക്കലും നിങ്ങൾ ഈ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അടുത്തൊരു നടപടി ഉണ്ടാകുന്നത് വരെയെങ്കിലും പറയാതിരിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അച്ഛനും മകനും സ്നേഹമായിട്ട് കഴിയട്ടെ. അതെ, ഇരു കക്ഷികളും തമ്മിലുള്ള തർക്കങ്ങൾ താഴെ പറയുന്ന വ്യവസ്ഥ പ്രകാരം തീരുമാനിച്ചിരിക്കുന്നു. വ്യവസ്ഥ 1. ശ്യാംകുമാറിന്റെ അപ്പച്ചി ദേവകി ശ്യാംകുമാറിന് നൽകിയ 5 സെന്റ് സ്ഥലവും വീടും കുമാരപുരം കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഈടുവെച്ച് കിട്ടുന്ന പണം ഉപയോഗിച്ച് അതേ ബാങ്കിൽ തന്നെ ശ്യാംകുമാറിന്റെയും സുജയുടെയും പേരിലുള്ള 21 സെന്റ് വസ്തു ഈടുവച്ച് എടുത്തിട്ടുള്ള 25,000 രൂപയും അതിന്റെ പലിശയും ചേർത്ത് വരുന്ന പണം അടച്ച് വസ്തുവിന്റെ പ്രമാണം ശ്യാംകുമാർ തിരിച്ചെടുത്ത് വസ്തുവിന്മേലുള്ള ഇടപാട് ഇന്നു മുതൽ 3 മാസങ്ങൾക്കകം തീർത്തുകൊള്ളാമെന്ന് ശ്യാംകുമാർ സമ്മതിച്ചിരിക്കുന്നു. മുൻപറഞ്ഞ 3 മാസക്കാലത്തേക്ക് സുജ ശ്യാംകുമാറിന്റെ പേരിൽ മാവേലിക്കര കുടുംബ കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസുകളോ എക്സിക്യൂഷൻ പെറ്റീഷനുകളോ സുജ പ്രൊസീഡ് ചെയ്യുന്നതല്ല. 1-ാം വ്യവസ്ഥ പാലിക്കാതിരുന്ന സുജയ്ക്ക് 2-ാം വ്യവസ്ഥ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. വ്യവസ്ഥ 4. 1-ാം വ്യവസ്ഥ പാലിച്ച് ബാങ്കിലെ കടം തീർത്ത് വസ്തുവിന്റെ ബാധ്യത തീർക്കുന്ന മുറയ്ക്ക് ഇരു കക്ഷികൾക്കും സമ്മതമായ സ്ഥലത്ത് ഉദ്ദേശം 1,500 രൂപ മാസവാടക വരുന്ന ഒരു വീടെടുത്ത് ഇരു കക്ഷികളും മകനും ഒത്ത് താമസം തുടങ്ങാനും സമ്മതിച്ചിരിക്കുന്നു. അടുത്ത വ്യവസ്ഥ. മേൽപ്പടി വീട്ടിൽ ശ്യാംകുമാറിന്റെ അപ്പച്ചി ദേവകിയെ താമസിപ്പിച്ച് സംരക്ഷിക്കുന്നതിന് സുജ തയ്യാറാണെന്ന് സമ്മതിച്ചിരിക്കുന്നു. വാടക വീടെടുത്ത് താമസം തുടങ്ങുന്നതുവരെ സുജ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ പോയി ഭാര്യയെയും മകനായ വൈശാഖിനെയും കാണുന്നതിനും മകന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും ഇരു കക്ഷികൾക്കും സമ്മതമാകുന്നു. ഇരു കക്ഷികളും കുടുംബമായി ഒന്നിച്ച് താമസം തുടങ്ങിയാൽ വീട്ടുവാടകയും തന്നാൽ കഴിയുന്ന വിധം കുടുംബ ചെലവുകളും വഹിച്ചുകൊള്ളാമെന്നും ശ്യാംകുമാർ സമ്മതിച്ചിരിക്കുന്നു. ജഡ്ജിംഗ് പാനലിൻ്റെ സ്നേഹപൂർവമായ ഉപദേശങ്ങളും നല്ല പ്രയത്നവും കൊണ്ട് 12 വർഷത്തിന് ശേഷം ശ്യാംകുമാറും സുജയും ഒന്നിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇത് അവസാനിക്കുന്നത്. തീർച്ചയായും വൈശാഖ് മിടുക്കനായ ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഭാഗ്യമേ ഉണ്ടാകും. വീണ്ടും ജീവിതം സാക്ഷിയിലൂടെ കാണാം. നമസ്കാരം.